യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം തിരുലിഖിതം. നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തെ പഴിക്കരുത് എന്നതിനെക്കുറിച്ചാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 22-ാം തിരുലിഖിതം. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവിൻ്റെ വചനം എവിടെ പ്രഖ്യാപിക്കപ്പെടുന്നുവോ അവിടെ സാത്താൻ കോട്ടകൾ തകരുന്നു എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങളിൽ കാണുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ 2 പേരായി വചനം പ്രഘോഷിക്കാൻ അയച്ച് അവർ തിരിച്ചു വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നത് ഞങ്ങൾ കണ്ടു. യേശു പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ദൈവരാജ്യ വേല നടക്കുന്നിടത്ത്, ദൈവരാജ്യത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കും. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ ട്രീസ ആലപ്പുഴയിൽ നിന്നാണ് ഇത് എഴുതുന്നത്. എനിക്ക് 8 വയസ്സുള്ള ഒരു മോനുണ്ട്. എൻ്റെ പ്രശ്നം ഇതാണ്. 1 മാസത്തോളമായി രാത്രിയിൽ ഉറങ്ങുന്നത് പോലെ തന്നെ പകലും ഉറക്കം വരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വീണ്ടും കിടന്നുറങ്ങാൻ തോന്നും. എപ്പോഴും ഉറക്കം വന്ന് കണ്ണടഞ്ഞു പോകും. ഒന്നും ചെയ്യാൻ ഒരു ഉന്മേഷവും കിട്ടുന്നില്ല. ഭർത്താവിനും മോനും ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ കൂടി എത്രമാത്രം അത്ഭുത രോഗശാന്തികളാണ് എല്ലാവർക്കും ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം ചോദിച്ചാൽ ഈശോ എന്നെയും അനുഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഉറച്ച വിശ്വാസത്തോടെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആരാധനയിൽ ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോഴും എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ഉറക്കത്തിൻ്റെ ബന്ധനം വിട്ടുപോയി. പിന്നെ ഇന്ന് വരെ എനിക്ക് പകല് ഉറക്കക്ഷീണം അനുഭവപ്പെട്ടിട്ടില്ല. ഈ ഒരു അത്ഭുതം നടന്നതിൽ പിന്നെ എൻ്റെ ഈ കാര്യം ഞാൻ പലരോടും പറഞ്ഞു. ഇപ്പോൾ അവരെല്ലാവരും ടെലിവിഷൻ തുറന്ന് ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ വളരെയധികം ആളുകൾ ഈ സംഭവം വഴി യേശുവിൻ്റെ വചനം കേൾക്കാൻ ഈ ദേശത്ത് ഇടവരുത്തി. കർത്താവായ യേശുവിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. 2011 ജൂലൈ മാസത്തിൽ ഉണ്ട ഒരു സംഭവം ഈ കുടുംബം എഴുതി അറിയിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 2011 ജൂലൈ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച വചന ശുശ്രൂഷയിൽ ഒരു പങ്കു ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒരു വേദന, അവരുടെ ഒരു പീഡ ദൈവസന്നിധി പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച് തൽക്ഷണം ശരീരത്തിൽ നിന്ന് ആ രോഗപീഡ, ആ ക്ഷീണത്തിൻ്റെ ബന്ധനം വിട്ടുപോയി. വലിയ വിടുതലിൻ്റെ അനുഭവം ഉണ്ടായി എന്ന് ആ മകൾ ഇതാ ദൈവജനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നു, അന്ധകാരപ്പീഡകൾ വിട്ടുപോകുന്നു, ക്ഷീണങ്ങൾ, മടുപ്പും മന്ദതയും മരവിപ്പും മാറുന്നു, ദൈവികമായ ഉണർവിൻ്റെ അഭിഷേകം ദൈവജനത്തിൻ്റെ മേൽ നിറയുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി ഈ സമയം തീഷ്ണതയോടെ കർത്താവായി യേശുവിന്റെ നാമത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഓ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് പുത്രനായി യേശുവിനെ ആരാധിച്ച് ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ മേലും അത്ഭുത അഭിഷേകങ്ങൾ വ്യാപരിക്കട്ടെ. കാലങ്ങളായുള്ള തിന്മകൾ, ക്ഷീണങ്ങൾ, മടുപ്പ്, മന്ദത, മരവിപ്പ്, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, എതിർചിന്തകൾ, മല്ലടിക്കുന്ന പ്രകൃതം, യുക്തിവാദത്തിൻ്റെ ആധിപത്യം, ഈ മേഖലയിലുള്ള എല്ലാ ബാധകളും, എല്ലാ തിന്മകളും, എല്ലാ അന്ധകാരങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, വിശുദ്ധ കൂദാശകളിൽ നിന്നും, ദൈവവചനത്തിൽ നിന്നും, തിരുസഭയിൽ നിന്നും, ദൈവിക കാര്യങ്ങളിൽ നിന്നും ദൈവമക്കളെ അകറ്റിക്കൊണ്ടുപോകുന്ന എല്ലാ നാരകീയ സേനകളെയും ദുരാത്മബാധകളെയും നസ്രേനായ യേശുവിനെ നാമം അയച്ച് ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹാലലുയ, ഹാലലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 22-ാം തിരുലിഖിതം, ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. അനേക ആളുകൾ ഈ കാലഘട്ടത്തിൽ ആത്മീയ ജീവിതത്തിൽ, ആത്മീയ മണ്ഡലത്തിൽ ദുർബലപ്പെടുന്നതിൻ്റെ ഒരു കാരണം തങ്ങളുടെ ജീവിതത്തിലും ചുറ്റുപാട് മേഖലകളിലും സംഭവിക്കുന്ന പല കാര്യങ്ങളിലും ഹൃദയത്തിൽ ദൈവത്തെ പഴിക്കുന്ന ഒരു ദുർപീഡയ്ക്ക് വിധേയപ്പെടുന്നു എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ? എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തില്ല? എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു? ഇങ്ങനെ ഹൃദയം കൊണ്ട് ദൈവത്തോട് മല്ലടിക്കുക, ഹൃദയം കൊണ്ട് ദൈവത്തെ പഴിക്കുക, ഹൃദയം കൊണ്ട് ദൈവത്തോട് മുറുമുറുക്കുക, ദൈവത്തിൻ്റെ ഓരോ പ്രവൃത്തികളും കണ്ട്, ദൈവത്തിൻ്റെ ഓരോ പദ്ധതികളെയും അറിഞ്ഞ്, ദൈവത്തിൻ്റെ ഓരോ ഇടപെടലുകളും കണ്ട് ദൈവത്തെ നിർലോഭം സ്തുതിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിൽ അനേകം ആളുകൾ കൃപയിൽ ദുർബലപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 6-ഉം 7-ഉം തിരുലിഖിതങ്ങൾ ഈ നിമിഷങ്ങളിൽ നമ്മളൊന്ന് പഠന വിഷയമാക്കുകയാണ്. ജ്ഞാനം കരുണാമയമാണ്, എന്നാൽ ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടുകയില്ല. ദൈവം മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനും അത്രേ. ദൈവം മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനാണ്. മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷ്മ വ്യാപാരങ്ങൾ ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വം പറയണതല്ല. ഒരു കാര്യം കാണുമ്പോൾ, ഉദാഹരണം സുനാമി ഉണ്ടായി, ഉടനെ ചോദിക്കുകയാണ്, അയ്യോ എന്തുകൊണ്ട് ദൈവം ഇതെല്ലാം ചെയ്ത്? അതും അല്ലെങ്കിൽ കുറേ നിഷ്കളങ്ക കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ മഹാമാരി പിടിപെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ വന്നോ മരിക്കാനിട വരികയാണ്. അല്ലെങ്കിൽ പട്ടിണി ഉണ്ടായി, അതും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില അനർത്ഥങ്ങളുണ്ടായി, ചില അപകടങ്ങളുണ്ടായി, അപ്രതീക്ഷിതമായി ചിലർ മരിച്ചു, അപ്രതീക്ഷിതമായി സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. ഉടനെ ഹൃദയത്തിൽ നിന്ന്, ഹൃദയത്തിൻ്റെ സൂക്ഷ്മ മേഖലകളിൽ ദൈവത്തിൽ ആഹ്ലാദിക്കാൻ പറ്റാതെ ഇതെന്തുകൊണ്ട്, എനിക്കെന്തുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യം ഉയരുന്ന ഒരു അന്തരീക്ഷം ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, മകനെ, മകളെ, ഇത് കൃപയുടെ ജീവിതത്തിന് കനത്ത പ്രഹരമേൽപ്പിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ ദൈവമായ കർത്താവ് മനസ്സിൻ്റെ സൂക്ഷ്മഭാവങ്ങളെ പരിശോധിക്കുന്നവനും അതുപോലെ ഹൃദയത്തിൻ്റെ ഓരോ അവസ്ഥകളെയും യഥാർത്ഥ സ്ഥിതിയെ നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്ന ഓരോ വാക്കുകളെയും തൂക്കി നോക്കുന്നവനുമാണ് നമ്മുടെ ദൈവമായ കർത്താവ്. മനസ്സിൻ്റെ വ്യാപാരങ്ങൾ, ഹൃദയത്തിൻ്റെ അവസ്ഥ, നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഇത് ദൈവം പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാൻ നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിൻ്റെ മേഖലകളെയും ഹൃദയത്തിൻ്റെ ഭാവങ്ങളെയും പവിത്രീകരിച്ചെടുക്കണം, വിശുദ്ധീകരിച്ചെടുക്കണം. വെറും അപരിഷ്കൃതമായ വിധത്തിൽ മനസ്സിനെയും ഹൃദയത്തെയും വിടരുത്.
ശുദ്ധി ചെയ്ത് ദൈവത്തിൽ ആഹ്ലാദിക്കുന്നൊരു മനസ്സും ദൈവത്തിൽ ആഹ്ലാദിക്കുന്നൊരു ഹൃദയവും കൊണ്ടുവരണം. ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ സ്ഥലവിൽപ്പനയ്ക്ക് ഇട്ടിട്ട് ഏതാണ്ട് 200ഓളം ആളുകൾ വന്ന് നോക്കിയിട്ട് സ്ഥലവിൽപ്പന നടക്കണില്ല. വിഷമിക്കരുത്. ദൈവം ഇടപെടുന്നത് വരെ ദൈവത്തിൽ ആഹ്ലാദിച്ച് എൻ്റെ ദൈവം നല്ലവനാണ്, എൻ്റെ ദൈവം എല്ലാവർക്കും നല്ലവനാണ്. 145 സങ്കീർത്തനം 9 വാക്യം, എൻ്റെ ദൈവം എല്ലാവർക്കും നല്ലവനാണ്. നല്ല നല്ല ദൈവിക ബോധ്യങ്ങൾ, ദൈവത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തുന്നുള്ള ബോധ്യങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞ് പ്രത്യാശ പറഞ്ഞ് ഞാൻ നിങ്ങൾ ബലപ്പെടണം. വാക്കുകൊണ്ട് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ അരുത്. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-7 വാക്യം, കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും, നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല. അധർമ്മിയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. അവൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ മുമ്പിൽ വരും. അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു. നിഷ്പ്രയോജനമായ മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽ വരാതിരിക്കുകയില്ല. തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ വിശദമായി മനസ്സിലാക്കാൻ രംഗങ്ങൾ ധാരാളമുണ്ട്. തോബിത്ത് സത്യത്തിൽ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരു ദൈവ പൈതലാണ്. നഫ്താലി വംശജനായ തോബിത്ത് അസീറിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ നിനവയിലാണ് വസിക്കുന്നത്. സെന്നാകരീബ് ചക്രവർത്തിയാണ് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തോബിത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി നന്മ ചെയ്തുകൊണ്ടിരുന്നു, ദൈവവചനം അനുസരിച്ചു കൊണ്ടിരുന്നു, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവവചനത്തിൽ തോബിത്തിൻ്റെ പുസ്തകം 1 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വർഷം തോറും തോബിത്ത് മാത്രം ദൈവവചനപ്രകാരം ജെറുസലേമിൽ പോയി ദശാംശം കൊടുത്ത് ബലിയർപ്പിച്ച് ദൈവത്തെ ആരാധിച്ചു പോരുന്ന ഒരു രംഗം പോലും തോബിത്തിൻ്റെ ജീവിതത്തിൽ മുടങ്ങാതെ തോബിത്ത് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ദേശത്തുള്ള എല്ലാവരും ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ, ദേശത്തുള്ളവരെല്ലാം തന്നിഷ്ടപ്രകാരം നടന്നപ്പോൾ, തോബിത്ത് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ മാനിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുന്നതിൽ നിഷ്കർഷയോടെ മുന്നോട്ട് പോവുകയാണ്. എവിടെയെങ്കിലും ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ, സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ ഉടനെ പോയി അദ്ദേഹത്തെ പോയി മറവ് ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ ശുഷ്കാന്തി കാണിച്ചു. ഇത് തന്നെ ജീവനും തന്നെ കുടുംബത്തിനും ഭീഷണിയാവും, ഇത് എൻ്റെ കുടുംബത്തിനും എനിക്കും വലിയ നാശത്തിന് കാരണമാവെന്ന് അറിഞ്ഞിട്ട് പോലും, ചക്രവർത്തിയുടെ കോപം വിളിച്ചു വരുത്തുന്ന അറിഞ്ഞിട്ട് പോലും തോബിത്ത് ഇത് വളരെ ധീരതയോടെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ ചക്രവർത്തിയുടെ കോപം വിളിച്ചു വരുത്തി. അങ്ങനെ തോബിത്ത് നാട് വിട്ട് ഓടേണ്ടി വന്നു. പിന്നെ ഭാര്യയും മക്കളെയും വിട്ട് വർഷങ്ങളോളം പരദേശവാസിയായി അവൻ ജീവിക്കേണ്ടി വന്നു. പക്ഷേ ഹൃദയത്തിൽ ഒരിക്കൽ പോലും ദൈവത്തോട് മല്ലടിച്ചില്ല, ദൈവത്തെ അവൻ ദുഷിച്ചു പറഞ്ഞില്ല. വീണ്ടും സെന്നാകരീബ് ചക്രവർത്തി മരിച്ച് അടുത്ത ഭരണകർത്താവ് ഭരണം ഏറ്റെടുത്തപ്പോൾ തോബിത്തിന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന അവസരമായി. അങ്ങനെ സ്വന്തം നാട്ടിലെത്തിയ തോബിത്ത് അങ്ങനെ ഭാര്യയും മക്കളും ഒരിക്കൽ വിരുന്ന് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇതാ മറ്റൊരു വാർത്ത അറിയുന്നത്, ആരോ ഒരാൾ മരിച്ചു കിടക്കുന്നു. ഉടനെ ആ ഭക്ഷണം അവിടെ വെച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റ് ആ മൃതനായ മനുഷ്യൻ്റെ മൃതസംസ്കാരത്തിനുള്ള നടപടികൾക്കായി അദ്ദേഹം പോയി. എന്തായാലും മൃതസംസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം അശുദ്ധനായതുകൊണ്ട് അന്ന് രാത്രി വീട്ടിൽ കയറിയില്ല. അവൻ പുറന്ന് കിടന്നുറങ്ങുമ്പോൾ ഇതാ ഒരു പക്ഷിയുടെ കാഷ്ടം അവൻ്റെ കണ്ണിൽ വീണ് അവൻ്റെ കണ്ണുകൾ പൊട്ടി ആ 2 കണ്ണുകളിലും അവൻ അന്ധനായി മാറി. അങ്ങനെ കുരുടനായിരിക്കുന്ന തോബിത്ത് വീട്ടിലെ സാമ്പത്തികതയൊക്കെ ദുർബലപ്പെട്ട് അങ്ങനെ ഉപജീവനത്തിന് പോലും വകയില്ലാതെ ഭാര്യ പല വീടുകളിൽ എന്തെങ്കിലും പദാർത്ഥങ്ങൾ ഉണ്ടായിക്കൊണ്ട് കൊടുത്ത് കിട്ടുന്ന നിസ്സാര തുക കൊണ്ട് ഉപജീവനം കഴിയുന്ന രംഗം. ഒരു ദിവസം അങ്ങനെ ഉപജീവനം കഴിയാനായിട്ട് ഭാര്യയ്ക്ക് കൈവശമായിരുന്ന ചില തൊഴിലുകൾ ചെയ്ത് ചില വസ്ത്രങ്ങളോ ചില അപ്പമോ പലഹാരമോ എന്തൊക്കെ ഉണ്ടാക്കി അങ്ങനെ വീടുകളിൽ കൊടുത്ത് അതിൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് വരുമ്പോൾ ഒരു ദിവസം ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ ഈ അന്ധനായ തോബിത്ത് കേട്ടു. ഉടനെ തോബിത്ത് പിന്നെ ഭക്ഷണം കഴിച്ചില്ല. തോബിത്ത് പറഞ്ഞു, ഈ ആട്ടിൻകുട്ടിയെ നീ എവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നു? ഇതെങ്ങനെ നിനക്ക് കിട്ടി? അവസാനം ഇത് ഒരാൾ സമ്മാനം കൊടുത്തതാണെന്ന് തിരിച്ചറിയണത് വരെ തോബിത്ത് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ആ കാര്യത്തെ അംഗീകരിക്കുകയോ ചെയ്തില്ല. പ്രിയപ്പെട്ട സഹോദരൻ, അത്രമാത്രം നീതിനിഷ്ഠനായ തോബിത്ത്, എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി തകർച്ച, ഒന്നിനു പുറകെ ഒന്നായി പരാജയങ്ങൾ, ദാരിദ്ര്യം, ഞെരുക്കം, പട്ടിണി, ബുദ്ധിമുട്ട്, കുടുംബത്തിൽ പലതരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ,
പക്ഷേ ഇതിൻ്റെ നടുവിൽ തോബിത്ത് ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും അവൻ ദൈവത്തെ ദുഷിക്കുന്നില്ല. പിന്നെയോ ജീവിക്കുന്ന ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ വിജയം, ദൈവം ഒരു വലിയ അനുഭവത്തിൻ്റെ ഉടമയാക്കി അവനെ ലോകാന്ത്യം വരെ അവൻ്റെ നാമം കൂടി പ്രഘോഷിക്കപ്പെടത്തക്കവണ്ണം ദൈവം അവനെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. ഇത്രമാത്രം ഭാരവും പ്രയാസവും എല്ലാം അനുഭവപ്പെടുമ്പോൾ തോബിത്ത് എന്താ ചെയ്തത്? ഞാൻ ഇത്രയും വിശുദ്ധമായി ജീവിച്ചിട്ട് ദൈവം എന്നെ കാണുന്നില്ലേ? എൻ്റെ പ്രാർത്ഥന ഒന്നും ദൈവം കേൾക്കുന്നില്ലേ? ഈ നാട്ടിൽ എല്ലാവരും ദൈവത്തെ അപേക്ഷിച്ച് ജീവിക്കുമ്പം ഞാൻ ഇത്രയും നിർമ്മലമായി ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ എനിക്ക് മാത്രം എന്താ ഈ കഷ്ടപ്പാട്? ഇങ്ങനെ ഹൃദയം കൊണ്ട് ദൈവത്തെ പഴിക്കാൻ തോബിത്ത് എന്തെങ്കിലും മെനക്കെട്ടോ? തോബിത്ത് എന്താ ചെയ്തത്? തോബിത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ നമ്മൾ കാണാം. ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു, ഹൃദയവ്യതയോടെ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, അവിടുന്ന് നീതിമാനാണ്. അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും അങ്ങയുടെ തീരുമാനങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ്. എന്നെ ഓർക്കുകയും കടാക്ഷിക്കുകയും ചെയ്യണമേ. നോക്ക്, അശുദ്ധിയിലും തന്നിഷ്ടഭാവത്തിലും അരാജകത്തിലും ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ലാതിരിക്കുമ്പം വിശുദ്ധിയിലും ദൈവവൈദ്യം ജീവിക്കുന്ന ഈ ദൈവവൈദ്യം എന്നും കഷ്ടപ്പാട്, എന്നും ദുരിതം. പക്ഷെ ഒരിക്കൽ പോലും ദൈവത്തെ പഴിച്ച് എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്ന് ചോദിച്ചില്ല. പിന്നെയോ ദൈവം ആ ഒരു ഞെരുക്കത്തിൽ മനുഷ്യസഹജമായ ഹൃദയവേദനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് എളിമപ്പെട്ട് ദൈവത്തെ വാഴ്ത്തുന്ന തോബിത്തിനെയാണ് വിശുദ്ധ ലിഖിതം നമുക്ക് കാണിച്ചു തരുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ 123-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പ്രബോധനമുണ്ട്. സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ പക്കലേക്ക് എന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടത്തെ തന്നെ നോക്കിയിരിക്കും. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു, 1 വർഷം പ്രാർത്ഥിച്ചു, 5 വർഷം പ്രാർത്ഥിച്ചു, 15 വർഷം പ്രാർത്ഥിച്ചു, ദൈവം അത് കേൾക്കുന്നില്ല എന്നുള്ള ഒരു പരിഭവം ഹൃദയത്തിലില്ല. എൻ്റെ ദൈവത്തിന് കരുണ തോന്നുവോളം എൻ്റെ കണ്ണുകൾ അവിടത്തെ തന്നെ നോക്കിയിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയ രംഗത്ത് അസഹിഷ്ണുത നന്നല്ല. പ്രൈസ് ദി ലോർഡ്. ജോബിൻ്റെ ജീവിതത്തിൽ തുടരെ പ്രശ്നങ്ങൾ. പക്ഷേ ജോബ് വാക്കുകൊണ്ട് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. ദൈവം അവന് വലിയ അനുഗ്രഹം കൊടുത്ത്. ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം, ദൈവം ഇടപെട്ട് ജോബിൻ്റെ സ്നേഹിതന്മാരോട് സംസാരിക്കുന്നൊരു ഭാഗമാണത്. കർത്താവ് ജോബിനോട് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം തേമാന്യനായ എലിഫാസിനോട് അരുളി ചെയ്തു, എൻ്റെ ക്രോധം നിനക്കും നിൻ്റെ 2 സ്നേഹിതന്മാർക്കും എതിരെ ജ്വലിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എൻ്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത്. ദൈവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, ദൈവത്തെ പറ്റി വിചാരിക്കുമ്പോൾ, ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തെ പറ്റി മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ശരിയായിട്ട് സംസാരിക്കണം. പഴിച്ച് സംസാരിക്കരുത്, കുറ്റപ്പെടുത്തി സംസാരിക്കരുത്, പ്രകോപിപ്പിച്ച് സംസാരിക്കരുത്, സൂക്ഷിക്കണം. അതുകൊണ്ട് ജോബ് എന്താ ചെയ്തത്? ജോബ് പറയണത്, ജോബിൻ്റെ പുസ്തകം 19-ാമത്തെ 26-ാം വാക്യത്തിൽ പറയാണ്, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും ഈ ചർമ്മത്തിരുന്ന് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണ്. ദൈവത്തിന് നന്മയെ വാഴ്ത്തുന്ന ജോബ്. എന്നാൽ ജോബിൻ്റെ സ്നേഹിതന്മാർ പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. എന്നിട്ട് ഈ ജോബിൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൈ തുറന്ന് അനുഗ്രഹിക്കുകയാണ് ജോബിനെ. അതാണ് ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം. ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ദൈവത്തെ ആരാധിക്കുന്ന പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ മഹാനുഭവം ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. ഒരു സിസ്റ്ററിൻ്റെ അനുഭവം ഓർമ്മിക്കുകയാണ്. സിസ്റ്ററിൻ്റെ ആങ്ങള വീട് വിട്ടു പോയിട്ട് ഏതാണ്ട് 25 വർഷം കഴിഞ്ഞ്
25 വർഷം പ്രാർത്ഥിച്ചിട്ടും ഈ ആങ്ങളെ തിരിച്ചു വന്നില്ല. പക്ഷേ ആ സിസ്റ്റർ ഒരു സെക്കൻഡ് നേരം പോലും എന്തുകൊണ്ട് എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുന്നില്ല എന്ന് വേദനിച്ച് ദൈവത്തോട് സംസാരിച്ചിട്ടില്ല. എൻ്റെ ദൈവം നല്ലവനാണ്, തക്ക സമയത്ത് എൻ്റെ ദൈവം ഉത്തരമരുളും. ഇങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ വാഴ്ത്തി ജീവിക്കുന്ന സിസ്റ്റർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിസ്റ്റർ ധ്യാനത്തിൽ വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ സിസ്റ്റർക്ക് കിട്ടി. അങ്ങനെ സിസ്റ്റർ ഉപവാസം എടുത്ത് ഇതുപോലെ കുടുംബം വിട്ടുപോയ മക്കളുള്ള കുടുംബങ്ങളിലേക്ക് അവരുടെ മക്കൾ തിരികെ വരട്ടെ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സിസ്റ്റർ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ മാസം തന്നെ 25 വർഷങ്ങൾക്ക് ശേഷം ഈ സിസ്റ്ററിൻ്റെ ആങ്ങള ഭവനത്തിലേക്ക് വന്ന് ദൈവത്തെ ഒന്നിച്ച് ആരാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ഈ സിസ്റ്റർ 25 വർഷം ആങ്ങളെ നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരാതെ എവിടെയാണെന്ന് അറിയാതെ വിഷമിക്കുമ്പോൾ പോലും 25 വർഷമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പോലും ദൈവം ഉത്തരം തരുന്നില്ല, ദൈവം മുഖം മറച്ചു വെച്ചിരിക്കുന്നു എന്ന് തോന്നത്തക്ക സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരു സെക്കൻഡ് ദൈവത്തെ പഴിക്കാനോ ദൈവത്തെ സംശയിക്കാനോ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ സിസ്റ്റർ മെനക്കെട്ടില്ല. ദൈവത്തെ വാഴ്ത്തി, എൻ്റെ ദൈവം നല്ലവനാണ്, എൻ്റെ ദൈവം എന്നും നന്മയെ ചെയ്യുകയുള്ളൂ. ദൈവത്തിൻ്റെ നന്മയെ ഏറ്റുപറയാൻ തക്കവണ്ണം ഹൃദയത്തിൽ ദൈവത്തിൻ്റെ അനുഭവം കൊണ്ട് സിസ്റ്റർ നിറഞ്ഞുകൊണ്ടിരുന്നു. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം 11-ാം തിരുലിഖിതം, എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണ് എന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ പറയരുത്, എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. എന്നെ വഴിതെറ്റിച്ചത് കർത്താവാണ് എന്ന് പറയരുത്, എന്തെന്നാൽ പാപിയെ കൊണ്ട് അവിടത്തേക്ക് ആവശ്യമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, എസെക്കിയേൽ പ്രവചനത്തിൽ 18-ാം അധ്യായത്തിൽ 25-ാം തിരുലിഖിതം, കർത്താവിൻ്റെ വഴി നീതിപൂർവകമല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഭവനമേ കേൾക്കുക, എൻ്റെ വഴി നീതിപൂർവകമല്ലേ? നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത്? ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, കാലങ്ങളായി ഓരോ അനർത്ഥങ്ങളുടെ കാലത്ത് ഓരോ ഞെരുക്കത്തിലൂടെ ദൈവം നടത്തിവിടുമ്പോൾ മനസ്സിൻ്റെ സൂക്ഷ്മഭാവങ്ങളെ എൻ്റെ ദൈവമായ കർത്താവ് സൂക്ഷ്മ പരിശോധന ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ദൈവത്തെ എതിർക്കുന്നവനായി, ദൈവിക കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തവനായി, ദൈവത്തിൻ്റെ ആത്മാവിനോട് മല്ലടിക്കുന്നവനായി, ദൈവത്തെ പഴിക്കുന്നവനായി മാറിയിട്ടുണ്ട്. ഇന്നിതാ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എല്ലാ കാലത്തും എല്ലാ നേരത്തും ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ദൈവസ്തുതിയുടെ അഭിഷേകം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഉന്നത അഭിഷേകം ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ, ഉന്നത അഭിഷേകം ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. എൻ്റെ ദൈവം എന്നും എല്ലാവർക്കും നല്ലവനാണ്. ഈ ഒരു അനുഭവത്തിൽ ജീവിതകാലം മുഴുവൻ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിൻ്റെ അനുഭവം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 37-ാം തിരുലിഖിതം. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48-ാം അധ്യായം 1-ാം തിരുലിഖിതം. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിന് വേണ്ടി ഏലിയ ഒരു ആയുസ് മുഴുവൻ ചെയ്ത ശുശ്രൂഷയെ ഒറ്റ വാക്കിൽ, ഒറ്റ സെന്റൻസിൽ ഇതാ ദൈവത്തിൻ്റെ വചനം അവതരിപ്പിക്കുകയാണ്. അവൻ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട് പന്തം പോലെ അവൻ്റെ വാക്കുകൾ ജ്വലിച്ചു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഈ നിമിഷങ്ങളിൽ ഒരു വലിയ അഗ്നി അഭിഷേകം വ്യാപരിക്കണം. യെശയ്യാ 66-ാം അധ്യായം 15-ാം തിരുലിഖിതം. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളുന്നു, അവിടുത്തെ രഥം ഒരു കൊടുങ്കാറ്റ് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഇപ്പോൾ അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. വലിയ ഭയം,
ആകുലത, ടെൻഷൻ, നിരാശ, കുറ്റബോധം, പലതരത്തിലുള്ള ദുർപീഡകൾ, ഇങ്ങനെയുള്ള ഓരോ പീഡകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ, ഓരോ തരത്തിൽ സാത്താന്യ പീഡകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ യേശുനാമത്തിൽ വിടുവിക്കുന്നു. തിന്മകളും കോട്ടകളും തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.